ഞങ്ങൾ ഇരിക്കുന്ന വേറൊരു സ്പേസ് ആണ്. ഈ സ്പേസ് ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ എന്തെങ്കിലും പാർട്ടിക്ക് വരുമ്പോൾ ചുറ്റും കസേര വരും, ഇവിടെ കുറെ പ്രോപ്പർട്ടീസ് വരും. ഇതാണോ കിച്ചണിന്റെ മേലെന്ന് അതന്നെ മേലെന്ന് കാണുന്നത്. ഇങ്ങനെ എല്ലാരും ഇരിക്കും, ഇങ്ങനെ ഇരിക്കും. എന്താ അതെന്താ മറ്റേ മെഴുകുതിരി കത്തിക്കണതാണോ? എന്ത് വേണമെങ്കിലും അതിലേക്ക് ചെയ്യാം. അല്ല മെഴുകുതിരി കത്തി പ്രാർത്ഥിക്കണതാണോ? അങ്ങനെ ആവാം, എന്ത് വേണമെങ്കിലും ഇത് ചെയ്യാം. അതായത് ഇവിടെയാണ് നമ്മള് കോല വിടുന്നത്. ഓക്കെ, അപ്പം ഇവിടുന്ന് അപ്പൊ ബാക്കിയുള്ള വീട്ടുകാരൊക്കെ കാണില്ല ഇവിടുന്ന്. അല്ല അവർക്ക് ശീലായിരുന്നു. എന്താ നടക്കുന്നത്? അത് ആരും നോക്കിയിട്ടില്ല പകരം. ഓക്കെ, ഇനി ഇവിടെ നിന്നുള്ളൊരു വ്യൂ ഉണ്ട് കേട്ടോ ഗൈസ്. ഈ അവിടെ ഈ ആക്ച്വലി ആ പന്തലൊക്കെ ഇട്ടോണ്ടാണ് ആ ലോൺ ഇങ്ങനെ. ഇനി അവിടെ ലോണും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യില്ല ഒന്നുകൂടെ. ഇവിടെ എന്തൊക്കെ മരങ്ങളുണ്ട്? ഇവിടെ കൂടുതലും മാവ്, പ്ലാവ്, തെങ്ങ്, എല്ലാ ചന്ദനമരം. ചന്ദനം ഉണ്ട് ഇവിടെ. ചന്ദനമരം ഞങ്ങള് തമ്പിൽ കൊടുക്കാട്ടോ. യൂട്യൂബിൽ തമ്പ് വരും. അപ്പൊ ചന്ദനമരം വീടുള്ള നമ്മുടെ ബൈജു ചേട്ടൻ എങ്ങനെയുണ്ട്? ഓക്കെ, അത് മുറിച്ചോണ്ട് പോകാൻ പറ്റുമോ? കുഴപ്പമില്ല, എനിക്ക് ചന്ദനം തൊടാനായിരുന്നു എന്ത് ചെയ്യാം. ഓക്കെ, ചന്ദനം തൊടാൻ ചന്ദനമരം മുറിച്ചോണ്ട് പോയാ ഞാൻ കാര്യം എടുത്ത് നോക്കി. വേറൊരു ചോദ്യത്തിലേക്കാണ് വരുന്നത്. ചായ കുടിക്കണമെങ്കിൽ അതുപോലെ നമ്മൾ അങ്ങോട്ട് പോകണം. നമ്മൾ ഒറിജിനൽ ആയിട്ടുള്ള സാധനങ്ങൾ വേണം. ഉരും കൂടുതൽ ചായക്ക് സ്വാദ് കൊടുക്കും. യു നോ ദാറ്റ്. അത് കഴിഞ്ഞു, വരൂ. ഓക്കെ, ഇത് ഇവിടുത്തെ ഒരു ഷെൽഫ് അല്ലേ? ഞാൻ പറഞ്ഞത് ഇവിടെ കുറെ വെള്ളങ്ങൾ. ഇവിടെ കുറെ ബുക്ക് ഉണ്ടല്ലോ, ബുക്ക് വായിക്കോ? ബുക്ക് വായിക്കാറുണ്ട്. ഇത്ര നേരം അപ്പൊ ഇതിൽ ഇത്ര പല സത്യങ്ങളുണ്ട്, എത്ര കാര്യങ്ങൾ തള്ളിയിട്ടുണ്ട്. ഇപ്പൊ തന്നെ എനിക്കറിയുള്ളത് വായിക്കും. അതെ, റീസെന്റ് വായിച്ച ബുക്കിന്റെ പേര് പറയുന്നത് മനസ്സിലായി. ഓക്കെ, ഇവിടെ ഓക്കെ നമ്മുടെ ചേട്ടൻ ആക്ടർ മാത്രമല്ല ഒരു മ്യൂസീഷ്യനും കൂടെയാണ് അല്ലേ? നമുക്കൊരു വയലിനുണ്ട്. ഇതൊന്ന് പൂട്ടിയിട്ടൊക്കെ ആരും എടുക്കാതിരിക്കണോ? ഓക്കെ, നമുക്ക് ഇതെടുക്കാൻ പറ്റുമോ? ഓക്കെ, നമുക്ക് ഈ വയലിൻ വായിക്കാം. ഇല്ലല്ലേ? ആണല്ലേ? ഇത് സുന്ദരദർശൻ എന്ന് പറയുന്ന സിനിമ ഞാൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ്. അതെ, അന്ന് സുരേഷ് ഗോപി